ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 93-ാം സങ്കീർത്തനം 4-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയരുന്ന തിരമാലകളെയും കാൾ കർത്താവ് ശക്തനാണ്. നമ്മുടെ ദൈവം ശക്തനായൊരു ദൈവമാണ്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. നമ്മുടെ ഭവനങ്ങളിലേക്ക് ഉന്നതമായ അഭിഷേകം കർത്താവ് പകരുന്ന അനുഗ്രഹത്തിന്റെ സമയമാണിത്. വലിയ വിശ്വാസത്തോടെ കർത്താവിന്റെ കരബലം നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും നമ്മളായിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ശക്തിയോടെ വെളിപ്പെടുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒന്നു ചേർന്നൊരു ഭവനമായി കരഘോഷത്തോടെ കർത്താവിനെ പാടി ആരാധിക്കുകയാണ്. We worship Lord. Hallelujah. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഇത് വെളിപ്പെടാൻ പോവുക, കെട്ടുകൾ അടിയാൻ പോവുക. കരബലം പൂർണ്ണമായി ബോധ്യത്തോടെ ചേർന്ന് പാടുന്നു, സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. കർത്താവേ പകരുക, അനേകമായിരങ്ങളിലേക്ക് നിന്റെ അത്ഭുത ശക്തി പകരുക. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ചേർന്ന് പാടുന്നു, വിശ്വാസമാർഗത്തിൽ ശക്തിയോടെ കരങ്ങൾ ഒരിക്കൽ ഉയർത്തി അടിച്ചു പാടുന്നു. ചേർന്നിടട്ടെ, തിരുസഭ ഉണരട്ടെ, ദൈവജനം ഉണർന്നിടട്ടെ. ആഗോള സഭ മുഴുവൻ പരിശുദ്ധാത്മ സാന്നിധ്യം ശക്തിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സുവിശേഷത്തെ ജനതകൾ കേട്ടിടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സുവിശേഷത്തെ ജനതകൾ കേട്ടിടട്ടെ. ഈ ഒരു ആഗ്രഹത്തോടെ ഇരു കരങ്ങളും കർത്താവിന് മുൻപിൽ ഉയർത്തിപ്പിടിച്ച് പ്രിയദാഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. ഒന്ന് പരിശുദ്ധാത്മാവെ വരിക, അഭിഷേകമായി ഞങ്ങളിൽ വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം നഷ്ടപ്പെട്ട ജീവിതങ്ങളിലേക്ക് വിശ്വാസ കൃപയായി വരിക പരിശുദ്ധാത്മാവേ. സത്യവിശ്വാസം ഉപേക്ഷിച്ച് ജീവിതം നിത്യനാശത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ പരിശുദ്ധാത്മാവേ മഹത്വത്തോടെ വരിക. വിശ്വാസ തീഷ്ണത കൊടുക്കണമേ, വിശ്വാസ സത്യങ്ങളെ കുറിച്ചുള്ള ബോധ്യം കൊടുക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ വിശ്വാസ കൃപ കൊടുത്ത് നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്ധവിശ്വാസങ്ങൾ, അല്പവിശ്വാസങ്ങൾ, അവിശ്വാസത്തിന്റെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല 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 ഹല. സ്തുതിച്ചു പ്രാർത്ഥിച്ചു. അനേകരിലേക്ക് അഭിഷേകം അഗ്നി പടരുന്ന സമയം വിശ്വസിച്ച് ഒരിക്കൽ കൂടെ ആത്മാവിനെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ പതിനായിരങ്ങളുടെ പതിനായിരങ്ങളുടെ മഹത്വത്തോടെ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകമായിരങ്ങൾ സത്യവിശ്വാസത്തിൽ ഉണരട്ടെ. ദൈവവചന അഭിഷേകത്താൽ നിറയട്ടെ. ആഭാപിതാവേ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും അതിനഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ. അനേകരെ ദൈവവചനത്താൽ ശക്തിപ്പെടുത്തണമേ. ഇത് വചനം അയച്ച് അനേകരെ കർത്താവ് നിറച്ചുകൊണ്ടിരിക്കുക. വചന ശക്തിയാൽ അനേകരെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. ലോർഡ് റിലീസ്. ബന്ധന കുരുക്കൾ അഴിയട്ടെ. രോഗശാപബന്ധനത്തിന്റെ അടിസ്ഥാനങ്ങൾ തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പതിനായിരങ്ങൾ വചനത്താൽ നിറയ്ക്കണമേ, വിശ്വാസത്താൽ ജ്വലിപ്പിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ മാതാവേ, വചനത്തെ ലോകത്തിന് പ്രദാനം ചെയ്തവളെ
ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ വചനങ്ങളെ നമുക്ക് സ്വീകരിക്കാം. കാലത്തിന്റെ അടയാളങ്ങൾ എന്ന വചന പരമ്പരയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ചാണ്. നമുക്കറിയാം, ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പ്രത്യാഗമനമാണ്, നമ്മുടെ നിത്യ ജീവനാണ്. സഭയുടെ പൊതുവിശ്വാസ പ്രമാണത്തിൽ എല്ലാ ദിവസവും നമ്മൾ വിശ്വാസത്തോടുകൂടെ ഏറ്റുപറയുന്ന പ്രഖ്യാപനമാണ്, അവിടുന്ന് വീണ്ടും വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് സഭയുടെ വിശ്വാസമാണ്. ക്രിസ്തുവിന്റെ പ്രത്യാഗമനം ചില വ്യക്തികളുടെ കണ്ടുപിടുത്തമല്ല, അത് സഭയുടെ വിശ്വാസ സത്യമാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം എന്താണ് ഈ വിശ്വാസ സത്യത്തെക്കുറിച്ച് പറയുന്നത്? 673 ഖണ്ഡികയിൽ ഇത് കത്തോലിക്ക സഭയുടെ മതബോധനമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിൽ ഇതുള്ളത് വളരെ നല്ലതാണ്. 673 ഖണ്ഡികയിൽ മിശിഹായുടെ മഹത്വപൂർണമായ പ്രത്യാഗമനവും ഇസ്രായേലിന്റെ പ്രത്യാശയും എന്നാണ് അതിന്റെ ടൈറ്റിൽ. അവിടെ സഭ പഠിപ്പിക്കുകയാണ്, സ്വർഗാരോഹണത്തിന് ശേഷം ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ ആഗമനം പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല, എങ്കിലും ആസന്നമായിരുന്നു. യുഗാന്ത്യത്തിലുള്ള ആഗമനവും അതിനു മുൻപുണ്ടാകാനിരിക്കുന്ന അന്തിമ പരീക്ഷയും താമസിച്ചേക്കാമെങ്കിലും ഏതു നിമിഷത്തിലും ഇത് നിറവേറിയേക്കാം. ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് തിരുസഭ എന്താണ് പഠിപ്പിക്കുന്നത്? അത് താമസിച്ചേക്കാമെങ്കിലും ഏതു നിമിഷത്തിലും സംഭവിക്കാം എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ വീണ്ടും വരവ് എന്നാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. സഭയ്ക്ക് പോലും അത് പറയാൻ പറ്റത്തില്ല. യേശു വീണ്ടും വരും എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഈ ലോകമിനെ കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പ്രത്യാഗമനമാണ്. ഇന്ന് നമുക്ക് ഈ വിശ്വാസ സത്യത്തോടുള്ള ബന്ധത്തിൽ പല തരത്തിലുള്ള വാദഗതികൾ കാണാൻ പറ്റും. ചിലര് ഈ വിശ്വാസ സത്യത്തെ ഒട്ടും അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല. മറ്റു ചിലർ ഈ വിശ്വാസ സത്യത്തെ അമിതമായി പ്രാധാന്യവൽക്കരിച്ചുകൊണ്ട് ദൈവവചനത്തെ വളച്ചൊടിച്ച് ദൈവജനത്തെ ഈ നാളുകളിൽ ചിതറിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് രണ്ടും ഒരുപോലെ പൈശാചികമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 19 അധ്യായം 18 വചനത്തിൽ കാണാൻ പറ്റും. അവിടെ സോദോം ഗോമോറയുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വരാൻ പോവുകയാണ്. ഈ വിവരം ലോത്ത് തന്റെ പെൺമക്കളെ വിവാഹം കഴിക്കാൻ പോകുന്ന മരുമക്കളെ അറിയിക്കുകയാണ്. ലോത്ത് ചെന്നിട്ട് അവരോട് പറയും, മക്കളെ, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ പട്ടണം വിട്ട് പോയിക്കൊള്ളാൻ പറയും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മരുമക്കള് ലോത്തിനോട് പറഞ്ഞു, ഞങ്ങളോട് തമാശ പറയുകയാണെന്ന് പറഞ്ഞ് അവര് കളിയാക്കി ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് തന്റെ മരുമക്കളെ ലോത്ത് അറിയിച്ചപ്പോൾ അവർക്കത് തമാശയായിട്ടാണ് തോന്നിയത്. അവരെ കളിയാക്കുകയാണ്, വളരെ ലാഘവമായി അതെടുക്കുകയാണ്. ഇന്ന് ഇതുപോലെ ക്രിസ്തുവിന്റെ പ്രത്യാഗമനം അനേകർക്കൊരു തമാശയാണ്, ഒരു മുത്തശ്ശി കഥ പോലെ. യേശു ക്രിസ്തു ഒന്നും വീണ്ടും വരാൻ പോകുന്നില്ല, ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണ്. ക്രിസ്തു ചരിത്രത്തിൽ വെളിപ്പെട്ടത് ഒരു ചരിത്ര സത്യമാണ്. നമുക്കറിയാം, BC AD, ബിഫോർ ക്രൈസ്റ്റ്. കർത്താവായ യേശുവാണ് ചരിത്രത്തെ രണ്ടായി വെട്ടിമുറിച്ചവൻ. വേറെ ഒരു മത നേതാവും ഇത് ചെയ്തിട്ടില്ല. യേശു ക്രിസ്തു ചരിത്രത്തെ രണ്ടായി ഭാഗിച്ചു, ക്രിസ്തുവിന് മുൻപ്, ക്രിസ്തുവിന് ശേഷം. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എന്നതിന്റെ ഒരു വലിയ തെളിവാണ് നമ്മുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ ആധാറോ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊരു കോളം കാണാം. അപ്പൊ 19/12/1976 ഇതാണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അത് അർത്ഥമാക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് 1976 വർഷങ്ങൾക്ക് ശേഷമാണ് സന്തോഷ് ഈ ലോകത്തിലേക്ക് വന്നത്.
അപ്പൊ ഏതൊരു നിരീശ്വരവാദിയും ഏതൊരു യുക്തിവാദിയും ഇത് അംഗീകരിച്ച മതിയാകൂ. യേശുക്രിസ്തു ചരിത്രത്തിൽ വന്നിട്ടില്ല എന്ന് ഏതെങ്കിലും നിരീശ്വരവാദികൾ ഭൗതികവാദികൾ വിശ്വസിക്കുന്നുവെങ്കിൽ അവർ ഒരിക്കലും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇനി മിണ്ടിപ്പോകരുത്, പറഞ്ഞു പോകരുത്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനം അത് വലിയൊരു വിശ്വാസ സത്യമാണ്. വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായം 4-ാം വചനത്തിൽ വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്. അവർ പറയുന്നു, അവന്റെ പ്രത്യാഗമനത്തെ കുറിച്ചുള്ള വാഗ്ദാനം എവിടെ എന്ന് അനേകർ ചോദിക്കുക. കുറെ നാളുകളായി ഞങ്ങളിത് കേൾക്കാൻ തുടങ്ങിയിട്ട്, കർത്താവ് അപ്പോൾ വരും, കർത്താവ് ഇപ്പോൾ വരും, ഇതുവരെ കർത്താവ് വന്നില്ലല്ലോ, ഇനി യേശു ക്രിസ്തു ഒന്നും വരാൻ പോകുന്നില്ല, ഇതൊക്കെ കളിപ്പിക്കലുകളാണ്, ഇതൊക്കെ ചുമ്മാ പറയാണ് എന്ന് ചിന്തിക്കുന്ന അനേകം ആയിരങ്ങൾ ഇന്ന് സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട്, ലോകത്തിലുണ്ട്. അവന്റെ പ്രത്യാഗമനത്തെ കുറിച്ചുള്ള വാഗ്ദാനം എവിടെ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് തികച്ചും മാനുഷികമായ ചിന്തയാണ്. ദൈവത്തിന്റെ വചനം ഇത് പഠിപ്പിക്കുന്നു, പ്രവാചകന്മാർ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു, മാലാഖമാര് സാക്ഷ്യം നൽകുന്നു, യേശുക്രിസ്തു തന്നെ സാക്ഷ്യം നൽകുന്നു, സഭ ഇതിനെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. തുടർന്ന് ആഴ്ചകളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വചനത്തിൽ നിന്ന് ധ്യാനിക്കും. എന്നാൽ മറുഭാഗത്ത് എന്താ സംഭവിക്കണേ? പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനി സഭയ്ക്ക് 2-ാമത്തെ ലേഖനം 2-3 വചനങ്ങളിൽ വചനം പറയുകയാണ്, കർത്താവിന്റെ ദിവസം വന്നു കഴിഞ്ഞു എന്നുള്ള പ്രവചനത്താലോ പ്രസംഗത്താലോ ലേഖനത്താലോ ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിലെ സഭാമക്കൾക്ക് പൗലോസ് അപ്പോസ്തലനുടെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. കർത്താവിന്റെ പ്രത്യാഗമനം വന്നു എന്ന് പഠിപ്പിക്കുന്ന പ്രവചനങ്ങൾ ഇന്ന് കാണാം. യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനം, ലോകത്തിന്റെ അവസാനം മുൻകൂട്ടി പ്രവചിക്കുന്ന പ്രവാചകന്മാരെ, ഇപ്രകാരമുള്ള പ്രവാചകന്മാരെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്ന പേരെന്താ? വ്യാജ പ്രവാചകന്മാർ, കള്ളപ്രവാചകന്മാർ. അവരൊരിക്കലും ദൈവത്തിൽ നിന്ന് വന്ന പ്രവാചകരല്ല. പൗലോസ് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, അവർ പ്രവചിക്കും, മുൻകൂട്ടി വർഷം പ്രവചിക്കുന്നു. 2012 കർത്താവ് വരും, 2015 വരും, ഇപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്ത് 2017 എന്ന് ഞാൻ അറിഞ്ഞത്. എത്രമാത്രം ശരിയാന്ന് എനിക്കറിയില്ല. പ്രിയമുള്ളവരെ, ഇതൊന്നും ചകഞ്ഞു പോകാൻ നമ്മോട് ആരോടും കർത്താവ് ആവശ്യപ്പെട്ടിട്ടില്ല. അത് കർത്താവിന്റെ സമയത്തിന് വിട്ടുകൊടുക്കുക. 3-ാം വചനത്തിൽ വീണ്ടും അപ്പോസ്തലൻ പറയാണ്, ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഈ വിശ്വാസ സത്യത്തെ വളച്ചൊടിച്ച് അനേകർക്ക് രാശിക്കുഴപ്പം സൃഷ്ടിച്ച് ദൈവജനത്തെ ചിതറിക്കുന്ന പല സെക്റ്റുകളിലേക്ക്, വേറിട്ട് നിൽക്കുന്ന ചില സഭാ സമൂഹങ്ങളിലേക്ക് അനേകർ ആകർഷിപ്പിക്കുന്ന തെറ്റായ ശൈലികൾ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്നത് കാണാൻ പറ്റും. ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി പഠിപ്പിക്കുകയാണ്, ഇത് പിശാചിന്റെ വലിയൊരു വഞ്ചനയാണ്. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 20-21 തിരുവചനങ്ങളിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്, ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ, വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. വളരെ വ്യക്തമായി ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, പ്രവചനങ്ങൾ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, വ്യക്തിപരമായ വെളിപാടുകളുടെ പുറകെ നമ്മൾ പരക്കം പായരുത്. കർത്താവിനോട് അത് പറഞ്ഞു, കർത്താവിനോട് ഇത് പറഞ്ഞു. ഇന്ന് അനേകം ദൈവമക്കള് വ്യക്തിപരമായ പേഴ്സണൽ റെവലേഷന്റെ പുറകെ പരക്കം പായുക. വ്യക്തിപരമായ വെളിപാടുകൾ കർത്താവ് നൽകും. സഭയുടെ വളർച്ചയ്ക്ക്, ദൈവജനത്തിന്റെ നന്മയ്ക്ക് ഇതെല്ലാം സ്വർഗം നൽകും. എന്നാൽ അത് വളരെ വിവേചനപൂർവം പരിശോധിച്ചറിയേണ്ടത് ദൈവമക്കളായ നമ്മുടെ കടമയാണ്. വിശുദ്ധ ബൈബിളിൽ ഒരുപാട് പ്രവചനങ്ങൾ കാണാം. ബൈബിൾ ഒരിക്കലും ഒരു പ്രവചന പുസ്തകമല്ല എന്ന ബൈബിളിൽ പ്രവചനങ്ങളുണ്ട്. ബൈബിളിൽ ഒരുപാട് ചരിത്രം കാണാം, എന്നാൽ ബൈബിൾ ഒരു ചരിത്ര പുസ്തകമല്ല. പ്രവാചകനായ യെശയ്യായുടെ പുസ്തകം 42-ാം അധ്യായം
9-ാം വചനത്തിൽ വചനം പറയുകയാണ്, പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി. ഇതാ ഒരു പുതിയ കാര്യം ഞാൻ പ്രസ്താവിക്കുന്നു. മുള പൊട്ടുന്നതിന് മുൻപേ അവയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് അറിവ് നൽകുന്നു. എത്ര കൃത്യമാണ് ഈ വചനം! മുള പൊട്ടുന്നതിന് മുൻപേ ലോക ചരിത്രത്തിൽ ചില സംഭവങ്ങൾ വെളിപ്പെടുന്നതിനേക്കാൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർത്താവ് തന്റെ വചനത്തിലൂടെ നമുക്ക് ആ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുള പൊട്ടുന്നതിന് മുൻപ്, ചരിത്രത്തിൽ അവ സംഭവിക്കുന്നതിനേക്കാൾ മുൻപ് ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവ് നൽകുന്നു. ഇന്ന് ചരിത്രത്തിൽ നിറവേറപ്പെട്ട ഒരുപാട് ചരിത്ര സംഭവങ്ങൾ വിശുദ്ധ ബൈബിളിൽ കാണാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർത്താവ് തന്റെ പ്രവാചകരിലൂടെ വെളിപ്പെടുത്തിയ യാഥാർത്ഥ്യങ്ങളാണ്. പ്രവാചകന്മാരുടെ സാക്ഷ്യം യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന് പ്രാധാന്യം നൽകുന്ന ഒന്നാമത്തെ ഒരു തലം എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ സാക്ഷ്യമാണ്. പ്രവാചകന്മാരുടെ ചില സാക്ഷ്യങ്ങൾ നിങ്ങളുമായി സമയം ഒന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ ഒരുപാട് പ്രവചനങ്ങൾ കാണാൻ പറ്റും. വ്യക്തികളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, രാജ്യങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ദേശങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, രാജാക്കന്മാരെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ലോകത്തെക്കുറിച്ച്, അന്ധകാര ശക്തികളെ കുറിച്ച്, ഇങ്ങനെ ഒരുപാട് പ്രൊഫസീസ് വിശുദ്ധ വചനത്തിൽ കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രവചനങ്ങൾ ഉള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ്. പ്രവാചകന്മാർ പ്രവചിച്ചതും ചരിത്രത്തിൽ അവ നിറവേറിയതും നിങ്ങളുമായി അല്പസമയം പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ BC 1500 ദൈവത്തിന്റെ പ്രവാചകനായ മോശയോട് കർത്താവ് സംസാരിക്കും. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 64-ാമത്തെ തിരുവചനം. അവിടെ യഹൂദരോടുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞു, ലോകത്തിന്റെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ സകല ജനതകളുടെ ഇടയിലും യഹൂദന്മാർ ചിതറിക്കപ്പെടും. BC 1500 ഈ പ്രവചനം വെളിപ്പെട്ടത്. എന്നാൽ 1500 വർഷങ്ങൾക്ക് ശേഷം AD 70 ഇത് സംഭവിക്കുകയാണ്. ജെറുസലേം ആക്രമിക്കപ്പെടുകയും ജെറുസലേമിൽ ഉണ്ടായിരുന്ന 10,000-കണക്കിന് യഹൂദന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകേണ്ടി വരുന്നു. എന്തിന്? കേരളത്തിൽ പോലും യഹൂദൻ വന്നു. മട്ടാഞ്ചേരിയിൽ, കൊച്ചിയിൽ ചെന്ന് കഴിഞ്ഞ യഹൂദ സിനഗോഗ് കാണാം. മാള എന്ന സ്ഥലത്തിന് പേര് കിട്ടിയത് യഹൂദന്റെ സിമിട്രിയോടുള്ള ബന്ധത്തിലാണ്. എല്ലാ ജനതകളിടയിലേക്കും ഭൂമിയുടെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞാൻ നിങ്ങളെ ചിതറിക്കും. എത്ര ഷാർപ്പാണ് ദൈവത്തിന്റെ വചനം! എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം 1500 വർഷങ്ങൾക്ക് ശേഷം AD 70 നിറവേറപ്പെടുകയാണ്. ഇതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ പഠിക്കുന്നതാണ്. നമുക്ക് വീണ്ടും കാണാൻ പറ്റും. പ്രവാചകന യേശയ്യായുടെ പുസ്തകം 39-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഭവനത്തിലുള്ളതും നിന്റെ പിതാക്കന്മാർ നാളിതുവരെ സമ്പാദിച്ച സകലതും ബാബിലോണിലേക്ക് അവർ കൊണ്ടുപോകും. ഇസ്രായേൽ ജനം ബാബിലോണിൽ പ്രവാസികളായി കഴിയുമെന്നുള്ള വ്യക്തമായ സൂചന പ്രവാചകൻ നൽകുകയാണ്. ഇത് ചരിത്രത്തിൽ സംഭവിക്കുന്നേക്കാൾ 100 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ദൈവത്തിന്റെ ജനം പ്രവാസികളായി ബാബിലോണിലേക്ക് പോകും. ഇതിനെ ജെറമ്യ പറഞ്ഞു. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 11-ാമത്തെ വചനം. ജെറമ്യ പറയുകയാണ്, അവിടെ 70 വർഷക്കാലം ഇസ്രായേൽ ജനം ബാബിലോണുകാർക്ക് ദാസ്യവേല ചെയ്യും. 70 വർഷം. ഇതൊരു പ്രൊഫസി ആയിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ജെറമ്യ പ്രവാചകന്റെ കാലത്ത് തന്നെ അത് സംഭവിച്ചു. ജെറമ്യയുടെ പുസ്തകം 52-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ബാബിലോൺകാർ ജെറുസലേം ആക്രമിക്കുകയും ജെറുസലേം ദേവാലയം അഗ്നിക്കിരയാക്കുകയും അനേക യുവജനങ്ങളെ അവർ ബാബിലോണിലേക്ക് പ്രവാസികളായി കൊണ്ടുപോവുകയും ചെയ്യും. നിങ്ങൾ ആ ദൃശ്യം ഒന്ന് വീഡിയോയിലൂടെ കണ്ടേ. ബാബിലോൺകാർ ജെറുസലേം ആക്രമിക്കുകയാണ്. ജെറുസലേം ദേവാലയം അഗ്നിക്കിരയാക്കുകയാണ്. വലിയ പീഡനങ്ങൾ അവിടെ സംഭവിക്കുക. കണ്ട അനേക യുവജനങ്ങൾ അവർ പിടിച്ചുകൊണ്ടുപോകും. യെശയ്യായും ജെറമ്യായും പറഞ്ഞ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറപ്പെടുകയാണ്. രാജാക്കന്മാരുള്ള ബന്ധത്തിൽ ചില പ്രവചനങ്ങൾ കാണാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 13-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ അവിടെ ജെറോബാവം രാജാവ് ഇസ്രായേൽ ഭരിച്ചുകൊണ്ടിരിക്കുക. അവൻ കർത്താവിൽ നിന്ന് അകന്ന് വിഗ്രഹാരാധന മുഴുകുകയാണ്. ദേശം മുഴുവൻ വിഗ്രഹാരാധന ശക്തി കൊണ്ട് നിറയുക. ഈ സമയത്ത് കർത്താവ് ബേഥേലിൽ നിന്ന് ഒരു ദൈവപുരുഷനെ ജെറോബാവിന്റെ അരികിലേക്ക് വിടുകയാണ്.
അവൻ അവിടെ ചെന്ന് ആ ബലിപീഠത്തെ നോക്കി രാജാവിനെ നോക്കിക്കൊണ്ട് പറയും, അല്ലയോ ബലിപീഠമേ, ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് ജോസിയ എന്ന മകനെ ഞാൻ കൊണ്ടുവരും, അവൻ ഇസ്രായേലിൽ രാജാവായി വാഴും. ജോസിയ എന്ന മകൻ, ഇതൊരു പ്രൊഫസിയായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 22-ാം അധ്യായം 1-ാം വചനത്തിൽ കാണാൻ പറ്റും. ഭരണം തുടങ്ങിയപ്പോൾ ജോസിയായ്ക്ക് 8 വയസ്സ് പ്രായമായിരുന്നു. അവൻ ജെറുസലേമിൽ 31 വർഷം ഭരിച്ചു. ഏകദേശം 250 വർഷങ്ങൾക്ക് ശേഷം ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ വെളിപ്പെടുകയാ. ജോസിയ എന്ന രാജാവ് ഇസ്രായേൽ വരികയാ. ദാവീദ്, ഹെസക്കിയ, ജോസിയ, ഈ 3 രാജാക്കന്മാരാണ് കർത്താവിന് പ്രസാദകരമായി ജീവിച്ചത്. അക്ഷരം പ്രതി ഈ പ്രവചനം നിറവേറപ്പെടുകയാണ്. വീണ്ടും ജെറമ്യായുടെ പുസ്തകത്തിലോട്ട് വരിക, 31-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവിടെ ജെറമ്യ പ്രവാചകൻ പ്രവചനാത്മാവിൽ കാണുകയാണ്, റാമയിൽ നിന്നുള്ളൊരു വിലാപം, ഹൃദയവേദനയോടുകൂടിയുള്ള രോധനം. റാഹേൽ തന്റെ സന്താനങ്ങളെ പ്രതി വിലപിക്കുകയാണ്. അവളുടെ സന്താനങ്ങളിൽ ആരും അവശേഷിക്കാത്തത് കൊണ്ട് അവൾക്ക് ആശ്വസിക്കുവാനായി കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ ഈശോയുടെ ജനത്തോടുള്ള ബന്ധത്തിൽ ഈ പ്രവചനം പൂർത്തീകരിക്കുന്നത് കാണാൻ പറ്റും. 750 വർഷങ്ങൾക്ക് ശേഷം, ഈ പ്രവചനത്തിന് 750 വർഷങ്ങൾക്ക് ശേഷം ചരിത്രത്തിൽ വെളിപ്പെട്ടു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 16-17 വചനങ്ങളെടുത്ത് ധ്യാനിക്കുമ്പോൾ കാണാൻ പറ്റും. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചു എന്ന് അറിഞ്ഞ ഹെരോദസ് രാജാവ് 2 വയസ്സ് മുതൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയുവാൻ ഉത്തരവിടുകയാണ്. ആ കൂട്ടക്കൊലപാതകത്തിലൂടെ അനേകായിരക്കണക്കിന് കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുകയാണ്. അമ്മമാരുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. വചനം പറയാണ്, അങ്ങനെ ജെറമ്യ പ്രവാചകൻ വഴി അരുളി ചെയ്ത വചനം പൂർത്തിയായി. റാഹേൽ തന്റെ സന്താനങ്ങളെ ഓർത്ത് കരയുന്നു. റാമയിൽ ഒരു വലിയ വിലാപത്തിന്റെ സ്വരം ഞാൻ കേൾക്കുന്നു. എത്ര കൃത്യമാണ് പ്രിയപ്പെട്ടവരെ. ഒരുപാട് പ്രവചനങ്ങളും അതിന്റെ പൂർത്തീകരണങ്ങളും നമുക്ക് വിശുദ്ധ വചനത്തിൽ കാണാൻ പറ്റും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാവിൽ പറയട്ടെ, ഏറ്റവും അധികം പ്രവചനങ്ങൾ ഉള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനത്തിൽ ഫിലിപ്പോസ് നഥാനിയേലിനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നുവോ അവനെ, ജോസഫിന്റെ മകൻ നസ്രത്തിൽ നിന്ന് വന്ന യേശുവിനെ ഞങ്ങൾ കണ്ടു. ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ, പ്രിയ സഹോദര സഹോദരി, മോശയുടെ നിയമത്തിൽ, പഞ്ചഗ്രന്ഥിയിൽ, ഉൽപ്പത്തി മുതൽ നിയമാവർത്തനം വരെയുള്ള 5 പുസ്തകങ്ങളിൽ, പ്രവാചക ഗ്രന്ഥങ്ങളിൽ, സങ്കീർത്തനങ്ങളിൽ ആരാണ് നിറഞ്ഞു നിൽക്കുന്നത്? ദാവീദല്ല, മോശയല്ല, പ്രവാചകന്മാരല്ല, മറിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇത് തന്നെ കർത്താവ് സ്ഥാപിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 27-ാമത്തെ തിരുവചനം. എമൗസിൽ പോയി ശിഷ്യന്മാരെ നോക്കി കർത്താവ് എന്താ ചെയ്ത്? സങ്കീർത്തനങ്ങളിലും മോശയുടെ നിയമങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പൊ പഴയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അബ്രഹാം അല്ല, ഏലിയായല്ല, ജെറമിയല്ല, കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. പ്രിയമുള്ളവരെ, പ്രവാചകന്മാരുടെ സാക്ഷ്യം വളരെ ശക്തമാണ്. അടുത്ത ആഴ്ചയിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച്, അവന്റെ ജനനത്തെക്കുറിച്ച്, കുരിശുമരണത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, ഉത്ഥാനത്തെക്കുറിച്ച്, സ്വർഗാരോഹണത്തെക്കുറിച്ച്, ക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് പ്രവാചകന്മാർ സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യം നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ വളരെ പ്രാർത്ഥിച്ചൊരുങ്ങി കടന്നു വരണം. ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾ അനേകരോട് പങ്കുവെക്കണം. നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.